നമസ്കാരം. യൂറോപ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതും ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഷോർട്ട് കവറിംഗ് മൂലം മികച്ച റിക്കവറി റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇൻഡെക്സ് 1.17% ഉയർന്ന് 24,765 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഇൻഡെക്സ് 24,500 മുകളിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് നിഫ്റ്റി നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. S&Pയും നാസ്ഡാക്കും ഇടിഞ്ഞെങ്കിലും ഡോ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അയവ് വരാത്തതും ക്രൂഡിൻ്റെ വില വർദ്ധിച്ചതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ ആയി മാറുന്നുണ്ട്. കൂടാതെ ട്രഷറി ഈൽഡ് 1%-ലേറെ വർദ്ധിച്ച് 4.13% ഉയർന്നതും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഏഷ്യൻ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ട് പരിശോധിച്ചാൽ ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. MSI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 1%-ലേറെ ഇടിഞ്ഞെങ്കിലും ജപ്പാൻ്റെ ഇൻഡെക്സ് ഫ്ലാറ്റ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 1%-ലേറെ ഇടിഞ്ഞിട്ടുണ്ട്. ഹോങ്കോങ് ഇൻഡെക്സ് ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റും മിക്സഡ് പെർഫോമൻസ് ആണ് നൽകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അയവ് വരാത്തതിനെ തുടർന്ന് ക്രൂഡിൻ്റെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. 2022 ശേഷം ഒരാഴ്ചയിൽ വരുന്ന ഏറ്റവും വലിയ വർധനവാണ് ക്രൂഡിൻ്റെ വിലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ക്രൂഡിൻ്റെ വില കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം 15% ഉയരുകയും $84 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം എന്ന കമ്പനിയുമായി ചേർന്ന് നേവൽ സിസ്റ്റം, അൺമാൻഡ് പ്ലാറ്റ്ഫോം, മാരിടൈം കേപ്പബിലിറ്റീസ് എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചു. ടാറ്റ എലാക്സി എന്ന കമ്പനി ഒരു ജെൻ AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദേവ് സ്റ്റുഡിയോ AI എന്ന പേരിൽ ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഒരു AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് എന്ന കമ്പനി ബ്ലൂ സ്റ്റാറുമായി ചേർന്ന് ബ്ലൂ സ്റ്റാറിൻ്റെ എംപ്ലോയി എക്സ്പെൻസ് മാനേജ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റാഡിക്കോ ഖെയ്താൻ എന്ന ലിക്കർ സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. റാഡിക്കോ ഖെയ്താൻ്റെ ഒരു പ്രമുഖ പ്രോഡക്റ്റായ ഓൾഡ് അഡ്മിറൽ ബ്രാൻഡി എന്ന പ്രോഡക്റ്റ് 1 കോടിയിലധികം കേസസിൽ സെൽ ചെയ്തു എന്നൊരു മൈൽ സ്റ്റോൺ കമ്പനി അച്ചീവ് ചെയ്തിട്ടുണ്ട്. CG പവർ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന കമ്പനി സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയായ CG ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സിൻ്റെ 51% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന കമ്പനി ഇന്ത്യയിൽ AI ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 2030 ഏകദേശം 10 ഗിഗാവാട്ട് കപ്പാസിറ്റിയുള്ള AI ഡാറ്റാ സെൻറ്ററുകളായിരിക്കും ഇന്ത്യയിൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതോടൊപ്പം ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി 14.7 കോടി ഷെയറുകൾ അലയൻസ് ജിയോ റീഇൻഷുറൻസ് കമ്പനിക്ക് സെൽ ചെയ്തിട്ടുണ്ട്. DCX സിസ്റ്റം എന്ന കമ്പനിക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും 68 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ MOIL എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. ഫെറോ ഗ്രേഡ്, കെമിക്കൽ ഗ്രേഡ് മാംഗനീസ് ഓർ എന്നിവയുടെ വിലയിൽ 2% വർധനവ് വരുത്തിയതുകൊണ്ടാണ് MOIL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. JK ടയർ എന്ന കമ്പനി സൺ പൾസ് പവർ എന്ന കമ്പനിയുടെ 26% സ്റ്റേക്കുകൾ 5 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. HDFC മ്യൂച്വൽ ഫണ്ട് ആംബർ എൻ്റർപ്രൈസസിൻ്റെ 2.7 ലക്ഷം ഷെയറുകൾ ബൾക്ക് ഡീൽ വഴി അക്വയർ ചെയ്തു. 7,650 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് അക്വിസിഷൻ നടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംഹി ഹോട്ടൽസ് എന്ന കമ്പനി റെയർ ഇന്ത്യയുടെ 70% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നുണ്ട്. കൂടാതെ പെട്രോനെറ്റ് LNG എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഖത്തർ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സപ്ലൈ കുറയും എന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് പെട്രോനെറ്റ് LNGക്ക് ലഭിച്ചിട്ടുണ്ട്. പെട്രോനെറ്റ് LNG, IOC, ഗെയിൽ, BPCL തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സമ്മർദ്ദത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.